എല്ലാവർക്കും കമ്പൈലർ ഡിസൈനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പൈലർ ഡിസൈനിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി പഠിച്ചത് കമ്പൈലർ എന്താണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു സോഴ്സ് ലാംഗ്വേജിനെ ടാർഗറ്റ് ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പൈലറിനെ പഠിച്ചു. രണ്ട് പാർട്സ് അല്ലെങ്കിൽ രണ്ട് മെയിൻ ഫേസുകളായിട്ടാണ് കമ്പൈലറിന്റെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. അനാലിസിസ് പാർട്ടും സിന്തസിസ് പാർട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ് കമ്പൈലറിനെ കുറിച്ച് ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഈ വീഡിയോയിലെ കമ്പൈലറിന്റെ ഫേസസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് ആക്ച്വലി എല്ലാവർക്കും ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കമ്പൈലർ ഡിസൈൻ സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫേസസ് ഓഫ് കമ്പൈലർ. ഈ പഠിക്കാൻ പോകുന്ന ഓരോ ഫേസുകളും ഓരോ മൊഡ്യൂളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി ഫേസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ഫേസും നല്ലപോലെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫേസസ് ഓഫ് കമ്പൈലർ. കമ്പൈലറിന്റെ ഫേസസ് ആക്ച്വലി സബ്ജക്റ്റിന്റെ പേര് കമ്പൈലർ ഡിസൈൻ എന്നാണല്ലേ. കമ്പൈലർ ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു കമ്പൈലർ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് 6 ഫേസുകളിലൂടെയാണ്. ഒരു കമ്പൈലർ വർക്ക് ചെയ്യുന്നത് 6 ഫേസുകളിലൂടെയാണ്. ഒരു കമ്പൈലറിലേക്ക് നമ്മൾ സോഴ്സ് കോഡ് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പൈലർ ഒരു സോഴ്സ് കോഡ് റീഡ് ചെയ്ത് കഴിയുമ്പോൾ ആ സോഴ്സ് കോഡിനെ ഈ 6 സ്റ്റേജസിലൂടെ അല്ലെങ്കിൽ ഈ 6 ഫേസസിലൂടെ കമ്പൈലർ കടത്തിവിടുന്നു. ഈ 6 ഫേസുകൾക്ക് ശേഷം നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ടാർഗറ്റ് കോഡ് കിട്ടും. അപ്പോൾ ഫൈനലായിട്ടുള്ള ടാർഗറ്റ് കോഡ് കിട്ടണമെങ്കിൽ നമ്മൾ കൊടുത്ത സോഴ്സ് കോഡ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും ആ സോഴ്സ് കോഡിൽ കൊടുത്ത പ്രോഗ്രാം ഈ 6 ഫേസിലൂടെ കടന്നുപോയി കാണും. നമുക്ക് ഓരോ ഫേസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബോർഡിൽ എഴുതിയിട്ടുണ്ട് 6 ഫേസുകളും. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് കമ്പൈലറിന്റെ വർക്കിങ്ങിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനാലിസിസ് ആണ്. ലെക്സിക്കൽ അനാലിസിസ്, അതിനെ ലീനിയർ അനാലിസിസ് എന്നും പറയാം. ലീനിയർ അനാലിസിസ് എന്ന് പറയാൻ അതിന് റീസൺ ഉണ്ട്. ലീനിയർ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ലീനിയർ ആയിട്ടായിരിക്കും ഡേറ്റയെ ഇന്റർപ്രറ്റ് ചെയ്താണ് ലീനിയർ അനാലിസിസ് എന്നും പറയാൻ കാരണം. സെക്കൻഡ് വൺ സിൻടാക്സ് അനാലിസിസ് ആണ്. ഹൈറാർക്കിക്കൽ അനാലിസിസ് എന്നും പറയാം. തേർഡ് ഫേസ് സിമാൻറ്റിക് അനാലിസിസ് ആണ്. അതിനെ ടൈപ്പ് മാച്ചിങ് എന്നും പറയാം. ഫോർത്ത് ഫേസ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആണ്. ആൻഡ് ഫിഫ്ത്ത് ഫേസ് കോഡ് ഒപ്റ്റിമൈസേഷൻ. സിക്സ്ത് വൺ കോഡ് ജനറേഷൻ. അപ്പോൾ ഈ 6 ഫേസുകളാണ് കമ്പൈലറിനുള്ളത്. ഇനി ഓരോരോ ഫേസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് വൺ ആസ് ഐ ടോൾഡ് ഏർലിയർ ലെക്സിക്കൽ അനാലിസിസ് എന്നാണ് ഫസ്റ്റ് ഫേസിന് പറയുന്നത്. ലീനിയർ അനാലിസിസ് എന്നും പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ലെക്സിക്കൽ എന്ന വേർഡിന്റെ നമ്മളിപ്പോൾ ലാംഗ്വേജ് C++ അങ്ങനെയുള്ള ജാവ ലാംഗ്വേജിൽ പഠിക്കുമ്പം ടോക്കൺസ് എന്നൊരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടോക്കൺസ് ആയിരിക്കും അല്ലേ. ഏതൊരു ലാംഗ്വേജിനും ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഒരു ടോക്കൺ കാണും. ടോക്കണിന്റെ വേറൊരു വേർഡാണ് അല്ലെങ്കിൽ വേറൊരു പേരാണ് ലെക്സിക്കൽ, അല്ലെങ്കിൽ ആ ഒരു ടേമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? C++, ജാവ അങ്ങനെ ഏതൊരു ലാംഗ്വേജ് എടുത്താലും ടോക്കൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോക്കൺസ് ആർ ദ മീനിങ്ഫുൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സോഴ്സ് പ്രോഗ്രാം. ടോക്കൺസ് ആർ ദ മീനിങ്ഫുൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സോഴ്സ് പ്രോഗ്രാം. ഇപ്പോൾ ടോക്കൺസിന് തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. കീവേഡ്സ് ഉണ്ട്, ഐഡന്റിഫയേഴ്സ് ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ടോക്കണെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഓരോ ടോക്കണേയും അനലൈസ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന സ്റ്റേജിൽ ചെയ്യുന്നത്. ആ ഒരു ഫേസിൽ ടോക്കൺസിനെ ആയിരിക്കും അനലൈസ് ചെയ്യുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് സിൻടാക്സ് അനാലിസിസ്. സിൻടാക്സ് എന്ന വേർഡിന്റെ വേറൊരു മീനിങ് എന്താണ്? ഗ്രാമർ എന്ന് പറയാം, റൂൾ എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും? ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കുറേ റൂൾസ് കാണും, സെറ്റ് ഓഫ് റൂൾസ് കാണും. അതായത് കീവേഡ്സ് ഇങ്ങനെ എഴുതാവൂ, അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സ് ഇങ്ങനെ എഴുതാവൂ, കോൺസ്റ്റൻസിന്റെ യൂസ് ഇങ്ങനെ ആയിരിക്കണം, സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ എൻഡ് ചെയ്യണം, കമന്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കുമല്ലോ ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ എഴുതുന്നത്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിലും കുറേ റൂൾസ് ഉണ്ട് അല്ലെങ്കിൽ സിൻടാക്സ് ഉണ്ട്. അപ്പോൾ ഈ ആ ഓരോ കറസ്പോണ്ടിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റൂൾസ് കറക്റ്റായിട്ട് ആ ഒരു സോഴ്സ് കോഡിൽ വന്നിട്ടുണ്ടോ? അതായത് വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിമാൻറ്റിക് ആയിട്ടുള്ള എറേഴ്സ്, റൂൾസിലുള്ള എറേഴ്സ് അതിനെ അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനുള്ള
ഫേസ് ആണ് സിൻടാക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് സിമാൻറ്റിക് അനാലിസിസ് ആയിരിക്കും. സിമാൻറ്റിക് അനാലിസിസ് ആക്ച്വലി ആ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ മീനിങ് ആയിരിക്കും കൂടുതൽ അനലൈസ് ചെയ്യുന്നത്. അതായത് നമ്മൾ സിൻടാക്സ് അനാലിസിസിൽ ഗ്രാമർ അനലൈസ് ചെയ്തു, അതിനുശേഷം നെക്സ്റ്റ് ലെവലിൽ ആ ഒരു കോഡിന്റെ ഗ്രാമർ അനലൈസ് ചെയ്ത നെക്സ്റ്റ് സെക്ഷനിൽ ആ ഒരു മീനിങ്ങും ഒരു കൺസ്ട്രക്ഷനും ഓവറോൾ അനാലിസിസ് ആയിരിക്കും നടക്കുന്നത്. ടൈപ്പ് മാച്ചിങ് എന്ന് പറയാം. ഫോർത്ത് ഫേസിൽ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആണ് സംഭവിക്കുന്നത്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2 പാർട്ടായിട്ട് കമ്പൈലറിന്റെ വർക്കിങ്ങിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, അനാലിസിസും സിന്തസിസും. അതിൽ ആ 2 പാർട്ടുകളെയും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അത് പറയാനുള്ള കാരണം നമ്മളിപ്പോൾ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്നുള്ള കമ്പൈലറിന്റെ ഫേസ് ആക്ച്വലി സിന്തസിസ് ഫേസിലാണ് വരുന്നത്. അനാലിസിസ് ആൻഡ് സിന്തസിസ് 2 പാർട്ട് അല്ലെങ്കിൽ 2 ഫേസ് ആണ് മെയിൻലി ഉള്ളത്. അതിൽ സിന്തസിസ് എന്ന ഫേസിലാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ വരുന്നത്. നമ്മൾ ആദ്യത്തെ 3 ഫേസുകളിൽ എന്താണ് ചെയ്തത്? ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ്, സിമാൻറ്റിക് അനാലിസിസിൽ എല്ലാം അനാലിസിസ് ആണ് ചെയ്തത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് 3 ഫേസുകൾ നമുക്ക് അനാലിസിസ് പാർട്ടിലും നെക്സ്റ്റ് 3 ഫേസുകൾ നമുക്ക് സിന്തസിസ് പാർട്ടിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുന്നത് സിന്തസിസ് ഫേസിലാണ് വരുന്നത്. Actually, intermediate code generator uses the structure produced by syntax analyzer to create a stream of simple instructions. ഒന്നുകൂടെ പറയാം, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ എന്ന് വെച്ചാൽ ഈ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന ആ ഒരു ഫേസിലെ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ, അതിനെയാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ യൂസസ് ദ സ്ട്രക്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ സിൻടാക്സ് അനലൈസർ. നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ സിൻടാക്സ് അനലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. സിൻടാക്സ് എന്ന് വെച്ചാൽ പ്രോഗ്രാമിന്റെ ആ കറസ്പോണ്ടിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ റൂള് ആ എഴുതിയിരിക്കുന്ന സോഴ്സ് കോഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ല, അതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ അതൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ ആ വർക്ക് ചെയ്യുന്നത് സിൻടാക്സ് അനലൈസർ ആണ്. ആ സിൻടാക്സ് അനലൈസർ പ്രൊഡ്യൂസ് ചെയ്ത സ്ട്രക്ചർ വച്ചിട്ട് എന്ത് ചെയ്യും? ടു ക്രിയേറ്റ് എ സ്ട്രീം ഓഫ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ. സിൻടാക്സ് അനാലിസിസിൽ സിൻടാക്സ് അനലൈസർ ചെയ്ത അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഉള്ള ഒരു സ്ട്രീം ഓഫ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആയിട്ട് എന്ത് ചെയ്യും? ആ ഒരു സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം, നമുക്ക് സിൻടാക്സ് അനാലിസിസ് ഫേസിലെ സിൻടാക്സ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. ഫസ്റ്റ് ലെക്സിക്കലിൽ ടോക്കൺസിന്റെയും ബാക്കി ടോക്കൺസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ അനലൈസ് ചെയ്യും. സെക്കൻഡ് ഫേസിൽ സിൻടാക്സ് അനലൈസ് ചെയ്യും, റൂൾ അനലൈസ് ചെയ്യും. തേർഡ് ഫേസിൽ ഓവറോൾ ആയിട്ടുള്ള ഒരു മീനിങ് അനലൈസ് ചെയ്യും. അപ്പോൾ ഈ ഒരു 3 അനാലിസിസിന് ശേഷമുള്ള ഔട്ട്പുട്ടിനെ, ആ ഒരു സ്ട്രക്ചറിനെ ഒരു ഇന്റർമീഡിയറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ ചെയ്യുന്ന ടാസ്ക്. ഇനി ഒരു ഇന്റർമീഡിയറ്റ് കോഡായിട്ട് ജനറേറ്റ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് സോഴ്സ് ലാംഗ്വേജ് എന്നല്ലെങ്കിൽ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ ആയിരിക്കും സോഴ്സ് കോഡ് എന്ന് മെയിൻലി പറയുന്നത്. അപ്പോൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കറിയത്തില്ല? മെഷീൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് അറിയത്തില്ല. കമ്പ്യൂട്ടറിന് എന്ത് മാത്രമേ അറിയാവൂ? ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ 0 and 1 ഉള്ള ലാംഗ്വേജ് മാത്രമേ അറിയാവൂ. അപ്പോൾ നമുക്ക് ഈ സോഴ്സ് കോഡിനെ ഡയറക്റ്റ് ആയിട്ട് ബൈനറി ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഈ സോഴ്സ് കോഡിന് ഇനിഷ്യലി ഒരു ഇന്റർമീഡിയറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് വെച്ചാൽ സോഴ്സ് കോഡും അല്ല ടാർഗറ്റ് കോഡും അല്ല, രണ്ടിനും ഇടയ്ക്ക് വരുന്ന ഒരു കോഡ്. ദെൻ ഈ പിന്നീടായിരിക്കും നെക്സ്റ്റ് സ്റ്റേജുകളിലായിരിക്കും ഈ ഇന്റർമീഡിയറ്റ് കോഡിനെ നമുക്ക് ആവശ്യമായ ടാർഗറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പൈലറിന്റെ ഫോർത്ത് ഫേസിൽ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്, ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു സ്ട്രീം ഓഫ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ. ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ സ്ട്രീം ഓഫ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ്. അത് കൺവേർട്ട് ചെയ്യുന്നത് സിൻടാക്സ് അനാലിസിസും സിമാൻറ്റിക് അനാലിസിസിനും ശേഷം കിട്ടുന്ന ആ ഒരു സ്ട്രക്ചറിൽ നിന്നാണ് ആ ഒരു സ്ട്രീം ഓഫ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് കോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇത്രയാണ് മെയിൻലി ഫോർത്ത് ഫേസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഫിഫ്ത്ത് ഫേസ്. ഫിഫ്ത്ത് ഫേസ് എന്ന് പറയുന്നത് കോഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. കോഡ് ഒപ്റ്റിമൈസേഷൻ ആക്ച്വലി അറ്റംപ്റ്റ് ടു ഇംപ്രൂവ്
the intermediate code so that the ultimate object program runs faster and takes less space. എന്നോട് പറയാം, code optimization attempts to improve intermediate code so that the ultimate object program runs faster and takes less space. അതായത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്നുള്ള ഫേസിൽ ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ഇന്റർമീഡിയറ്റ് കോഡിനെ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നതും സ്പേസ് കുറവായിട്ടുള്ളതുമായ ഒരു ഇംപ്രൂവ്ഡ് കോഡാക്കി മാറ്റുന്നതാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ നടക്കുന്നത്. സിംപ്ലി പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഫേസിൽ കിട്ടുന്ന കോഡിനെ കുറെ കൂടെ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കും. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് മെയിൻലി 2 ആസ്പെക്റ്റിലാണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്പേസ് കുറയ്ക്കും. ഫസ്റ്റ് ഇനിഷ്യലി ഇന്റർമീഡിയറ്റ് കോഡിലുള്ള സ്പേസ് മാക്സിമം നമ്മൾ കുറയ്ക്കുന്നു. ദെൻ സെക്കൻഡ് വൺ റണ്ണിങ് സ്പീഡ് എന്ന് പറയുന്നത്, റണ്ണിങ് ടൈം എന്ന് പറയുന്നത് കൂട്ടുന്നു. അതായത് പെട്ടെന്ന് റൺ ചെയ്ത് കിട്ടുന്ന രീതിയിൽ ആക്കി മാറ്റുന്നു. ഇത്രയുമാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. കോഡ് ഒപ്റ്റിമൈസേഷനിൽ ഈ 2 കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോഡിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കോഡ് റൺസ് ഫാസ്റ്റർ ദാൻ ദ ഇന്റർമീഡിയറ്റ് കോഡ്. ഓൾസോ ഇറ്റ് ടേക്സ് ലെസ് സ്പേസ്, കുറച്ച് സ്പേസിൽ പെട്ടെന്ന് റൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ എന്നൊരു ഫേസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഫൈനലും 6th ആയിട്ടുള്ള കമ്പൈലറിന്റെ ഫേസിലെ കോഡിനെ ജനറേറ്റ് ചെയ്യുന്നു. കോഡ് ജനറേഷൻ എന്നുള്ള ഫേസിൽ ആക്ച്വലി കോഡ് ജനറേഷനിൽ ചെയ്യുന്നത് ഇറ്റ് ജനറേറ്റ് എ ടാർഗറ്റ് കോഡ്, ദാറ്റ് മീൻസ് റീലൊക്കേറ്റബിൾ മിഷൻ കോഡ് അല്ലെങ്കിൽ അസംബ്ലി കോഡ് ജനറേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇനിഷ്യലി നമ്മൾ ലെക്സിക്കൽ അനാലിസിസ് സ്റ്റേജിലേക്ക് ഒരു സോഴ്സ് കോഡ് കൊടുക്കും കമ്പൈലറിലേക്ക്. ആ സോഴ്സ് കോഡിനെ ടാർഗറ്റ് കോഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പൈലറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഫൈനലി ആ ടാർഗറ്റ് കോഡായിട്ട് മാറ്റി ഔട്ട്പുട്ട് തരുന്നത് ഈ കോഡ് ജനറേഷൻ എന്നുള്ള സ്റ്റേജിലാണ്. സിംപ്ലി പറഞ്ഞാൽ ഈ ജനറേറ്റ് ദ ടാർഗറ്റ് കോഡ്, അത്രേ ഉള്ളൂ. നമുക്ക് ആവശ്യമായ ടാർഗറ്റ് കോഡിനെ ജനറേറ്റ് ചെയ്യുന്നതാണ് കോഡ് ജനറേഷൻ എന്ന സ്റ്റേജിൽ നടക്കുന്നത്. ആ ടാർഗറ്റ് കോഡ് എന്ന് പറയുന്നത് ഒരു മിഷൻ കോഡോ അസംബ്ലി കോഡോ ഒക്കെ ആകാം. മിഷൻ കോഡും അസംബ്ലി കോഡും ഏകദേശം ഒന്നാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. മിഷൻ കോഡ് എന്ന് പറയുമ്പോൾ 0 and 1 മാത്രമുള്ള കോഡായിരിക്കും. അസംബ്ലി കോഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ കോഡാണ്. അതിൽ ചില നിമോണിക്സ് ആയിട്ടുള്ള വേർഡ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പം ആഡ്, സബ് അങ്ങനെയൊക്കെ ചെറിയ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യും. അതുപോലെ അതൊരു മിഷൻ ഡിപ്പെൻഡൻറ്റ് ലാംഗ്വേജ് ആയിരിക്കും. മിഷൻ അനുസരിച്ച് അത് മാറും. അങ്ങനെ കുറച്ച് ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് അത് രണ്ടും ഒരു കാറ്റഗറി പെട്ടതാണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റോട്ട് പറയാം, ലെക്സിക്കൽ അനാലിസിസ് ഫേസ് ആണ് ഫസ്റ്റ് കമ്പൈലറിന്റെ ഫേസ്. ലെക്സിക്കൽ അനാലിസിസ് ഫേസിൽ ചെയ്യുന്നത് ടോക്കൺസിനെ ഐഡന്റിഫൈ ചെയ്ത് അത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ടോക്കൺ അനാലിസിസ് ആണ് ലെക്സിക്കൽ അനാലിസിസ് ഫേസ് നടക്കുന്നത്. ലീനിയർ അനാലിസിസ് എന്ന് പറയാം. സെക്കൻഡ് ഫേസിൽ റൂൾ ഓഫ് ദ പ്രോഗ്രാം അല്ലെങ്കിൽ സിൻടാക്സ് ഓഫ് ദ പ്രോഗ്രാം ഈസ് അനലൈസ്ഡ്. വേറൊരു പേര് ഹയറാർക്കിക്കൽ അനാലിസിസ്. തേർഡ് ഫേസ് സിമാൻറ്റിക് അനാലിസിസ്, where the compiler check the meaning of the program. And fourth phase is intermediate code generation, where a intermediate code of the source program is generated. Intermediate code will be a stream of simple instructions. And in the fifth phase, code optimization is done. In the code optimization phase, the code takes much less time to run, and also it takes less space. And in the sixth phase, code generation എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇനിഷ്യലി കൊടുത്ത സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്ത് ടാർഗറ്റ് കോഡാക്കി നമുക്ക് തരുന്നു. അപ്പോൾ ഇത്രയാണ് ഫേസസ് ഓഫ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇനി ഓരോ ഫേസുകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കമ്പൈലറിന്റെ ഫേസിൽ ഫസ്റ്റ് വരുന്നത് ലെക്സിക്കൽ അനാലിസിസ് ആണ്. ലെക്സിക്കൽ അനാലിസിസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ടോക്കൺസിനെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടോക്കൺസ് എന്ന് പറയുമ്പോൾ കീവേഡ്, അതുപോലെ ഐഡന്റിഫയേഴ്സ് ഉണ്ട്, അതുപോലെ കോൺസ്റ്റൻസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ലെക്സിക്കൽ അനാലിസിസ് സ്റ്റേജിൽ ലെക്സിക്കൽ അനലൈസർ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഐഡന്റിഫൈസ് വെദർ എ ഗിവൺ സ്ട്രിങ് ഈസ് അക്സെപ്റ്റഡ് ഇൻ ദ ലാംഗ്വേജ്. നമ്മളിപ്പം സോഴ്സ് ലാംഗ്വേജിൽ കൊടുക്കുന്ന ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ടോക്കൺ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ലെക്സിക്കൽ അനാലിസിസ് സ്റ്റേജ് നടക്കുന്നത്. ഈ ഒരു അനാലിസിസ് ചെയ്യുന്നത് ലെക്സിക്കൽ അനലൈസർ അല്ലെങ്കിൽ സ്കാനേഴ്സ് ആയിരിക്കും. അപ്പോൾ ലെക്സിക്കൽ അനലൈസർ അല്ലെങ്കിൽ സ്കാനേഴ്സ്
ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രിങ് അക്സെപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് ആക്ച്വലി റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടാണ്. റെഗുലർ എക്സ്പ്രഷൻസ് RE യൂസ് ചെയ്താണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു അനാലിസിസ് സംഭവിക്കുന്നത്. ഇനി അപ്പോൾ അവിടെ ആക്ച്വലി 2 പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് തന്നെ ലെക്സിക്കൽ അനലൈസർ ഐഡന്റിഫൈസ് വെദർ ഗിവൺ സ്ട്രിങ് ഈസ് accepted in the language. അത് ഒരു പോയിന്റ്. ദിസ് അനാലിസിസ് ഈസ് ഡൺ യൂസിങ് റെഗുലർ എക്സ്പ്രഷൻ. 2 സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ ലെക്സിക്കൽ അനലൈസർ ഓർ സ്കാനർ സെപ്പറേറ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് സോഴ്സ് ലാംഗ്വേജ് ഇൻടു ഗ്രൂപ്പ്സ് വിച്ച് ഹാവ് സം ലോജിക്കൽ കണക്ഷൻ. അതായത് ലെക്സിക്കൽ അനലൈസർ അല്ലെങ്കിൽ സ്കാനർ ഈ ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഫേസിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പ്രോഗ്രാമിലേക്ക് കൊടുക്കുന്ന ആ ഒരു സോഴ്സ് ലാംഗ്വേജ് വെച്ച് കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെ സെപ്പറേറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും. ചുമ്മാ ഒരു ഗ്രൂപ്പിംഗ് അല്ല, എന്തെങ്കിലും ലോജിക്കൽ കണക്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുന്ന രീതിയിലായിരിക്കും ആ ഒരു ഗ്രൂപ്പിംഗ് നടക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഴ്സ് കോഡ് കൊടുത്തു, ഒരു സോഴ്സ് പ്രോഗ്രാം കൊടുത്തു, അതിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് വയ്ക്കുക. പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കമ്പൈലറിലേക്ക് ഇൻപുട്ട് ചെയ്ത ഒരു കോഡ് അല്ലെങ്കിൽ സോഴ്സ് പ്രോഗ്രാമിലുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നമുക്ക് ഫുൾ പ്രോഗ്രാം എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എഴുതാൻ പറ്റത്തില്ല. ഞാനൊരു എക്സാമ്പിൾ ഒന്ന് എഴുതി കാണിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്താൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ലെക്സിക്കൽ അനാലിസിസ് സ്റ്റേജിൽ ലെക്സിക്കൽ അനലൈസർ അല്ലെങ്കിൽ സ്കാനർ എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ള പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് എഴുതിയിരിക്കുന്നത്? പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ആക്ച്വലി നമുക്കിപ്പം നോർമലി അത്യാവശ്യം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ അറിയാവുന്നവരായിരിക്കും. C എങ്കിലും ബേസിക്കായിട്ട് അറിയാവുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും ഈ പൊസിഷൻ, ഇനിഷ്യൽ, റേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ ഐഡന്റിഫയേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് ആയിരിക്കും അല്ലേ? നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലൊക്കേഷൻസ് ആയിരിക്കും. അപ്പൊ ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞൂടെ? ഓക്കെ, അപ്പൊ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ ആണ്. ഇവിടെ ഇനിഷ്യൽ എന്ന് പറയുന്നത് വേറൊരു ഐഡന്റിഫയർ ആണ്. റേറ്റും ഒരു ഐഡന്റിഫയർ ആണ്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയുണ്ട്? ഈക്വൽ പ്ലസ് ഇൻറ്റു, അങ്ങനെ 3 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ 60 എന്നൊരു നമ്പർ ഉണ്ട്. ഇത്രയാണ് ഉള്ളത്. അപ്പൊ ഈ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടോക്കണിന് ഇത് ഓരോന്നും ഓരോ ടോക്കൺ ആണ്. ആക്ച്വലി പൊസിഷൻ, ഈക്വൽ, ഇനിഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60 ഇത് ഓരോന്നും ഓരോ ഇൻഡിവിജ്വൽ ടോക്കൺ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോക്കണിനെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ പൊസിഷൻ ഉള്ളത് ആക്ച്വലി ഒരു ഐഡന്റിഫയർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ആക്ച്വലി ഇതൊരു ഐഡന്റിഫയർ ആണ്, ഇതൊരു ഐഡന്റിഫയർ ആണ്, ഇതൊരു ഐഡന്റിഫയർ. മൊത്തം ഇവിടെ എത്ര ഐഡന്റിഫയേഴ്സ് ഉണ്ട്? 3 ഐഡന്റിഫയേഴ്സ് ഉണ്ട് മെയിൻലി. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യാം? ഐഡന്റിഫയർ 1 ID1 എന്ന് ഞാൻ കൊടുത്തു. ഐഡന്റിഫയർ 1 ദെൻ ഈക്വൽ ആണ്. അടുത്തത് ഐഡന്റിഫയർ 2, അടുത്തത് പ്ലസ് ആണ്, അടുത്തത് ഐഡന്റിഫയർ 3, അതിനുശേഷം ഇൻറ്റു സിമ്പൽ ആണ്, മൾട്ടിപ്ലിക്കേഷൻ, ദെൻ 60 എന്നുള്ളത് ഐഡന്റിഫയർ ഒരു നമ്പർ ആണ്. അപ്പൊ നമുക്ക് അത് അതുപോലെ തന്നെ എഴുതാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെക്സിക്കൽ അനാലിസിസ് ഫേസിലേക്ക് കൊടുത്താൽ ആ ലെക്സിക്കൽ അനാലിസിസ് ഫേസിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ID1 ഈക്വൽ ടു ID2 പ്ലസ് ID3 ഇൻറ്റു 60. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന ഫേസിൽ ലെക്സിക്കൽ അനലൈസേഴ്സ് അല്ലെങ്കിൽ സ്കാനേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണത്തില്ലേ എന്താണ് ഇവിടെ ആക്ച്വലി നടക്കുന്നതെന്ന്? നമ്മൾ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ഇതിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളൂ. ഇതുപോലെ ആ ഒരു എൻറ്റയർ പ്രോഗ്രാമിനെയും ഈ ഒരു ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യും. ആക്ച്വലി ഈ ഒരു എന്താണ് ചെയ്തിരിക്കുന്നത്? ഓരോ ഇൻഡിവിജ്വൽ ടോക്കൺസിനെയും ഐഡന്റിഫൈ ചെയ്തു. ആ ടോക്കൺസിനെ ക്ലാസിഫൈ ചെയ്തു. ഐഡന്റിഫയർ ആണോ ഓപ്പറേറ്റർ ആണോ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഐഡന്റിഫയർ ഒക്കെ ആയിട്ടുള്ളതിന് പകരം അവര് തന്നെ പുതിയ ID1, ID2, ID3 എന്നുള്ള ഒരു റീനെയിമിങ് ചെയ്തു. അപ്പൊ ഈ ടോക്കൺസിനെ ഐഡന്റിഫൈ ചെയ്ത് സിമിലർ ആയിട്ട് വരുന്ന ടോക്കൺസിനെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ സോഴ്സ് ലാംഗ്വേജിലുള്ള ക്യാരക്ടേഴ്സിനെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഗ്രൂപ്പ് ചെയ്യുക. അത് റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന കമ്പൈലറിന്റെ ഫസ്റ്റ് ഫേസിൽ വരുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് പോകാം. സോ phase 2 of a compiler is syntax analysis. അപ്പോൾ സിൻടാക്സ് അനാലിസിസ് ചെക്സ് വെദർ എ സ്റ്റേറ്റ്മെന്റ് ഈസ് അക്സെപ്റ്റബിൾ ഇൻ എ ലാംഗ്വേജ് യൂസിങ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. നമ്മൾ തൊട്ട് മുന്നേ ലെക്സിക്കൽ അനാലിസിസിൽ പറഞ്ഞു. ലെക്സിക്കൽ അനാലിസിസ് എന്താണ് ചെയ്യുന്നത്? ഈ ചെക്സ് വെദർ എ സ്ട്രിങ് ഈസ് അക്സെപ്റ്റഡ് ഇൻ എ ലാംഗ്വേജ് എന്നല്ലേ പറഞ്ഞത്? ഒരു ലാംഗ്വേജിൽ
സ്ട്രിങ്, അതായത് ഫസ്റ്റ് ബേസിക് ലെവലിലുള്ള ടോക്കൺസ് അക്സെപ്റ്റ് ചെയ്യുന്നുവോ ഇല്ലയോ, അതായത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് ലെക്സിക്കൽ അനാലിസിസ് ഫേസിൽ നമ്മൾ നോക്കിയത്. ഇതിപ്പോൾ സെക്കൻഡ് ഫേസ് ആണ് സിൻടാക്സ് അനാലിസിസ്. സിൻടാക്സ് അനാലിസിസ് എന്ത് ചെയ്യുന്നു? നേരത്തെ പോലെ തന്നെ ലാംഗ്വേജിലെ ഒരു സംഭവം ചെക്ക് ചെയ്യുന്നു. പക്ഷെ നേരത്തെ ഫസ്റ്റ് കേസിൽ സ്ട്രിങ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്, അഥവാ ടോക്കൺസ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഈ ഇതിൽ കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോവുകയാണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് ഓഫ് ടോക്കൺസിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ സിൻടാക്സ് അനാലിസിസ് ഫേസ് ഇറ്റ് ചെക്സ് വെദർ എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഇൻ എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അക്സെപ്റ്റ് ആകുന്നുണ്ടോ ഇല്ലയോ, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ആ ഒരു കറസ്പോണ്ടിങ് ലാംഗ്വേജിൻ്റെ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്താണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളതായിരിക്കും സിൻടാക്സ് അനാലിസിസിൽ അനലൈസ് ചെയ്യുന്നത്. ഈ ഒരു അനാലിസിസ് നടത്തുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ യൂസ് ചെയ്തിട്ടായിരിക്കും. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ അല്ലെങ്കിൽ CFG എന്ന് പറയാം. അപ്പോൾ CFGസിൻ്റെ സഹായത്തോടു കൂടിയാണ് സിൻടാക്സ് അനാലിസിസ് ചെയ്യാൻ പറ്റുന്നത്. സിൻടാക്സ് അനാലിസിസിൽ നമ്മൾ തൊട്ട് മുന്നേ ലെക്സിക് അനാലിസിസിൽ പറഞ്ഞു, ലെക്സിക് അനാലിസിസിന് ശേഷം എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ്സ് ഓഫ് സ്ട്രിങ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. സിൻടാക്സ് അനാലിസിസിലാണെങ്കിൽ ഇറ്റ് ഗ്രൂപ്പ്സ് ടോക്കൺസ്. നമ്മൾ തൊട്ട് മുന്നേ ടോക്കൺസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരോ സ്ട്രിങ്ങിനെ എടുത്ത് അതിന് ടോക്കൺസ്, പല പല ടോക്കൺ ഐഡന്റിഫയർ കീവേഡ് ഒക്കെ ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടോക്കൺസിനെ എഗെയിൻ സിൻടാറ്റിക് സ്ട്രക്ചർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നതാണ് സിൻടാറ്റിക് അനാലിസിസ് ഫേസ് നടക്കുന്നത്. ടോക്കൺസിനെ ലെക്സിക്കൽ അനാലിസിസ് ഫേസിൽ കിട്ടുന്ന ടോക്കൺസിനെ സിൻടാറ്റിക് സ്ട്രക്ചർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. ദെൻ ഈ സിൻടാറ്റിക് അനാലിസിസ് മെയിൻലി 2 സ്റ്റേജസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഇനിഷ്യൽ സ്റ്റേജിൽ ഇറ്റ് ഐഡന്റിഫൈസ് ദ റൂൾ ഓർ ഗ്രാമർ. ഏത് റൂളാണ് അല്ലെങ്കിൽ ഏത് ഗ്രാമർ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് സിൻടാറ്റിക് അനാലിസിസിൽ നടക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇറ്റ് വെരിഫൈസ് വെദർ എ സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈസ് ദ ഗ്രാമർ. നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ലെക്സിക്കൽ അനാലിസിസ് സ്റ്റെപ്പിന് ശേഷം കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഗ്രാമർ സാറ്റിസ്ഫൈ ചെയ്തതാണോ അല്ലേ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ആ ഗ്രാമർ അല്ലെങ്കിൽ റൂൾ ഐഡന്റിഫൈ ചെയ്യും. ദെൻ ആ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ആ ഗ്രാമർ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യും. അപ്പോൾ ഗ്രാമർ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പാർസിംഗ് എന്നാണ് പറയുന്നത്. പാർസിംഗ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് the syntax analyzer or scanner verifies whether a statement satisfies a grammar. പാർസിംഗ് മെയിൻലി 2 ടൈപ്പാണുള്ളത്, ടോപ്പ് ഡൗൺ പാർസിങ്ങും ബോട്ടം അപ്പ് പാർസിങ്ങും. ടോപ്പ് ഡൗൺ പാർസിങ്ങിൽ ആക്ച്വലി പാർസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള സ്ട്രിങ്ങിൽ നിന്നായിരിക്കും. ഫൈനലി അത് പാർസ് ചെയ്ത് ടോക്കൺസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബോട്ടം അപ്പ് പാർസിംഗ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പാർസിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ടോക്കൺസിൽ നിന്നായിരിക്കും. ഫൈനലി പാർസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് സിൻടാക്സ് അനാലിസിസിൽ വരുന്നത്. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ പാർസ് ട്രീ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പാർസിംഗ് എന്താണെന്ന് പറഞ്ഞു. ഗ്രാമർ സാറ്റിസ്ഫൈ ലാംഗ്വേജിലെ റൂളിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതിനെയാണ് പാർസിംഗ് എന്ന് പറഞ്ഞാൽ. ടൈപ്പ് ഉണ്ട്, ടോപ്പ് ഡൗൺ പാർസിംഗ്, ബോട്ടം അപ്പ് പാർസിംഗും. അപ്പോൾ ഒരു പാർസ് ട്രീ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. തൊട്ട് മുന്നേ ലെക്സിക് അനാലിസിസ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തത് പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60 എന്നൊരു ഇൻപുട്ട് നമ്മൾ കൊടുത്തപ്പോൾ അതിനെ ലെക്സിക് അനാലിസിസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ആയിരുന്നു ID1 ഈക്വൽ ടു ID2 പ്ലസ് ID3 ഇൻറ്റു 60. ID1, ID2, ID3 ആർ ഐഡന്റിഫയേഴ്സ്. അത് ഇത്രയും നമുക്ക് കിട്ടി. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയാണ് പാർസ് ട്രീ റെപ്രസെന്റ് ചെയ്തത് അല്ലെങ്കിൽ പാർസിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു ഇക്വേഷൻ ആണല്ലോ, ഈ ഒരു ഇക്വേഷനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈക്വലിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി അപ്പോൾ LHS RHS എന്ന് പറയണമെങ്കിൽ അത് ഈ ഈക്വൽ ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് എഴുതേണ്ടത്? ഈക്വൽ ടു സിമ്പിൾ ആണ് എഴുതേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ ഈക്വൽ ടു സിമ്പിൾ എഴുതണം. പാർസ് ട്രീ വരയ്ക്കാനാണ് ഈക്വൽ ടു സിമ്പിൾ എഴുതി. ഇനി ഈക്വലിന്റെ LHSൽ എന്ത് വരുന്നു, RHSൽ എന്ത് വരുന്നു? LHSൽ എന്താണ്? ID1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സിംപ്ലി ലെഫ്റ്റ് പാർസിംഗിന്റെ ട്രീ പാർസിംഗ് വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് പോർഷനിലേക്ക് ID1 അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ആ പോർഷൻ ലെഫ്റ്റ് സബ് ട്രീ കംപ്ലീറ്റ് തീർന്നു. ഇനി റൈറ്റ് സബ് ട്രീയിലേക്ക് പോകും. റൈറ്റ് സബ് ട്രീ നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി ഈ ID2
പ്ലസ് ID3 ഇൻറ്റു 16. ഇതിൽ അഡിഷൻ ഓപ്പറേഷനും സബ്ട്രാക്ഷൻ ഓപ്പറേഷനും ഉണ്ട് ഇല്ലേ? സോറി, അഡിഷൻ ഓപ്പറേഷനും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനും ഉണ്ട്. നമുക്ക് രണ്ടും കാണാം, അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ബോർഡ്മാസ് റൂൾ അനുസരിച്ച് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കത്തില്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ. അപ്പോൾ പിന്നെയും എഗെയിൻ ഈ RHS പോർഷൻ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്? ഇതൊരു പോർഷൻ, ഇത് വേറൊരു പോർഷൻ, അങ്ങനെ ഡിവൈഡ് ചെയ്തൂടെ? അപ്പൊ നമുക്ക് എങ്ങനെ ആ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്ന നടുക്ക് വന്ന സിമ്പിൾ ഏതാണ്? പ്ലസ് സിമ്പിൾ. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണ് ആദ്യം എഴുതേണ്ടത്? പ്ലസ് സിമ്പിൾ. കാരണം ഇവിടെ ഒരു ഡിവിഷൻ വന്നത് ഈ പ്ലസ് കാരണം, നേരത്തെ ഡിവിഷൻ വന്നത് ഈക്വൽ കാരണമായിരുന്നു, അതുകൊണ്ട് ഈക്വൽ ഇട്ടു. ഇപ്പൊ ഇതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത് പ്ലസ് സിമ്പിൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ പ്ലസ് സിമ്പിൾ ഇട്ടു. ഇനി പ്ലസ് സിമ്പിളിന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ എന്താണെന്നുള്ളത് എഴുതാം. ലെഫ്റ്റ് സൈഡിൽ ആക്ച്വലി ID2 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അത് സിമ്പിളായിട്ട് എഴുതിക്കുമെന്ന് എഴുതിയാൽ മതി. റൈറ്റ് സൈഡിലോ ID3 ഉണ്ട്. ID3 ഇൻറ്റു 16 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലസിന്റെ റൈറ്റ് സൈഡിൽ ID3 പ്ലസ് ഇൻറ്റു 60 അല്ലേ? ആക്ച്വലി ഈ ഒരു റെപ്രസെന്റേഷനെ നമുക്ക് എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തോളൂ. ഇതൊരു പോർഷൻ അടുത്ത് ഇൻറ്റു സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് ഇപ്പുറത്തെ വശത്ത് എങ്ങനെ എഴുതാം? ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ എഴുതാം അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളിന്റെ റൈറ്റ് സൈഡിൽ ID3യും ലെഫ്റ്റ് സൈഡിൽ 60യും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ ഒരു ഇക്വേഷന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പാർസ് ട്രീ ആണ് വരച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ് പാർസ് ട്രീ കൺസ്ട്രക്ഷൻ. സിൻടാക്സ് ട്രീ എന്നും ഇതിനെ പറയാം, പാർസ് ട്രീ എന്നോ സിൻടാക്സ് ട്രീ എന്നും ഇതിനെ പറയാം. അപ്പൊ ഇങ്ങനെ ഒരു എക്സാമ്പിൾ വന്നിട്ട് സിൻടാക്സ് ട്രീ വരയ്ക്കാൻ അല്ലെങ്കിൽ പാർസ് ട്രീ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ഓരോരോ ഇൻഡിവിജ്വൽ പാർട്ടായിട്ട് നെക്സ്റ്റ് നോഡ് ബൈ നോഡായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വരിക. അപ്പൊ ഇത്രയുമാണ് സെക്കൻഡ് ഫേസ് ആയ സിൻടാറ്റിക് അനാലിസിസിലുള്ളത്. ഇനി തേർഡ് ഫേസ് ആണ് സിമാന്റിക് അനാലിസിസ്. സിമാന്റിക് അനാലിസിസ് ഈസ് ഓൾസോ കോൾഡ് ടൈപ്പ് മാച്ചിങ് എന്ന് നമ്മൾ പറഞ്ഞു. സിമാന്റിക് അനാലിസിസിനെ ടൈപ്പ് മാച്ചിങ് എന്നും പറയും. സിമാന്റിക് അനാലിസിസ് ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ചെക്സ് വെദർ ദ സോഴ്സ് പ്രോഗ്രാം has some semantic errors or not. It checks the source program for semantic errors. സോഴ്സ് പ്രോഗ്രാമിൽ സിമാന്റിക് എറേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സിമാന്റിക് അനാലിസിസ് ഫേസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞത് ടോക്കൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നു, അത് ചെക്ക് ചെയ്യുന്നു എന്നാണ്. സെക്കൻഡ് ഫേസ് ആയ സിൻടാറ്റിക് അനാലിസിസിലെ റൂൾസ് അല്ലെങ്കിൽ സിൻടാറ്റിക് ആയിട്ടുള്ള അനാലിസിസ് നടക്കുമെന്ന് പറഞ്ഞു. തേർഡ് ഫേസ് സിമാന്റിക് അനാലിസിസ് ആണ്. സിമാറ്റിക് അനാലിസിസിലെ ടൈപ്പ് മാച്ചിങ് എന്ന് പറയും. സിമാറ്റിക് ആയിട്ടുള്ള എറേഴ്സ് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആക്ച്വലി സിമാന്റിക് അനാലിസിസ് നമ്മൾ പറഞ്ഞു സിമാന്റിക്സ് ആണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും സിമാന്റിക്സ് എന്ന് പറയുന്നത്? സിമാന്റിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടൈപ്പ് ചെക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. ടൈപ്പ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ടൈപ്പ് ചെക്കിംഗ്. ഇത് ഓൾറെഡി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർ കേട്ട വേർഡ് ആയിരിക്കും. ടൈപ്പ് മീൻസ് ഡേറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുക, അതാണ് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറഞ്ഞ് വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിയൽ നമ്പർ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡിജർ നമ്പേഴ്സ്, അങ്ങനെ പല ടൈപ്പിലുള്ള ഡേറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഒരു നമ്പർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ടൈപ്പ് ചെക്ക് ചെയ്യുക, അതിന്റെ ഒരു മീനിങ് ചെക്ക് ചെയ്യുക, അത്തരത്തിലുള്ള അനാലിസിസ് ആണ് സിമാന്റിക് അനാലിസിസിൽ വരുന്നത്. അപ്പോ ഇവിടെ ആക്ച്വലി നടക്കുന്നത് ഹിയർ കമ്പൈലർ ചെക്സ് ദാറ്റ് ഈച്ച് ഓപ്പറേറ്റർ ഹാസ് ഓപ്പറാൻഡ് ദാറ്റ് ആർ പെർമിറ്റഡ് ബൈ സോഴ്സ് ലാംഗ്വേജ്. ഓരോ ഓപ്പറേറ്ററിനും സോഴ്സ് ലാംഗ്വേജ് പെർമിറ്റ് ചെയ്യുന്ന ഓപ്പറാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ ചെക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ഹിയർ കമ്പൈലർ ഓർ സിമാന്റിക് അനലൈസർ ചെക്സ് ദാറ്റ് ഈച്ച് ഓപ്പറേറ്റർ, ഓരോ ഓപ്പറേറ്ററും ഹാസ് ഓപ്പറാൻഡ് ദാറ്റ് ആർ പെർമിറ്റഡ് ബൈ ദ സോഴ്സ് ലാംഗ്വേജ്. നമ്മൾ സോഴ്സ് ലാംഗ്വേജ് ആയിട്ട് ഇപ്പോൾ C++ ഏതാണ് കൊടുക്കുന്നതെങ്കിൽ ആ സോഴ്സ് ലാംഗ്വേജിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഓപ്പറാൻഡ് ഓരോ ഓപ്പറേറ്ററിനും കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അത്തരത്തിലുള്ള അനാലിസിസ് ആണ് സിമാന്റിക് അനാലിസിസ് ഫേസിൽ നടത്തുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കമ്പൈലർ റിപ്പോർട്ട് എറർ എവറി ടൈം എ റിയൽ നമ്പർ ഈസ് യൂസ്ഡ് ടു ഇൻഡെക്സ് അറേ അല്ലേ? ഒരു റിയൽ നമ്പറിന് അറേ ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് എറർ വരത്തില്ലേ? ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻഡിജർ നമ്പേഴ്സ് അല്ലേ അറേ നെയിം ഇൻഡെക്സ് ചെയ്യാൻ യൂസ് ചെയ്യത്തുള്ളൂ. അറേ എന്താണെന്ന് അറിയാമല്ലോ. ഫോർ എക്സാമ്പിൾ A5 എന്നൊരു അറേ ഉണ്ടെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും?
5 എലമെന്റ്സ് കൊള്ളുന്ന ഒരു അറേയിലായിരിക്കും റെപ്രസെന്റേഷൻ. അവയ്ക്ക് ഒരു ഇൻഡെക്സ് കാണും. ഇൻഡെക്സ് എപ്പോഴും 0, 1, 2, 3, 4 ഇങ്ങനെ ആയിരിക്കും വരുന്നത്. 0 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 4 വന്നത്. 5 എലമെന്റ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു നമ്പേഴ്സിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇൻഡെക്സ്. അപ്പോൾ ഈ ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഹോൾ നമ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. 0, 1, 2, 3, 4 പോലത്തെ. എപ്പോഴെങ്കിലും ഒരു റിയൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പർ യൂസ് ചെയ്യാൻ പറ്റുമോ? ബൈ ചാൻസ് നമ്മൾ അങ്ങനെ ചെയ്താൽ അത് എററായിട്ട് വരത്തില്ലേ? അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ സിമാന്റിക് അനാലിസിസിൽ വരുന്ന ഒരു എററിന്റെ. ഇതൊരു എക്സാമ്പിൾ ആണ്. ദെൻ ഡ്യൂറിംഗ് സിമാന്റിക് അനാലിസിസ് ടൈപ്പ് കൺവേർഷൻ ഈസ് പെർഫോം ഇഫ് ദർ ഈസ് എ ടൈപ്പ് മിസ്മാച്ച്. അതായത് നമ്മൾ സിമാന്റിക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടൈപ്പ് മിസ്മാച്ച് വന്നാൽ എന്ത് ചെയ്യും? ടൈപ്പിനെ കൺവേർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം, സിമാന്റിക് അനാലിസിസ് എന്നുള്ള ഈ ഫേസിൽ അനലൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടൈപ്പ് മിസ്മാച്ച് വന്നാൽ, ടൈപ്പ് മിസ്മാച്ച് ഇൻ ദ സെൻസ് ഇപ്പോൾ ഇൻഡിജർ ഡേറ്റയെ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയോ അല്ലെങ്കിൽ ഫ്ലോട്ട് ഡേറ്റ ഇൻഡിജർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും ടൈപ്പ് ഡേറ്റ ടൈപ്പിൽ മിസ്മാച്ച് വന്നാൽ എന്ത് പെർഫോം ചെയ്യും? ടൈപ്പ് കൺവേർഷൻ. കറക്റ്റ് ആയിട്ടുള്ള ടൈപ്പിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മെയിൻലി സിമാന്റിക് അനാലിസിസ് എന്നുള്ള സ്റ്റേജ് നടക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ സിൻടാക്സ് അനാലിസിസ് ഫേസിൽ നമ്മൾ യൂസ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മളൊരു പാർസ് ട്രീ ജനറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. തൊട്ട് മുന്നേ ഉള്ള ഒരു സ്റ്റേജിൽ ഈക്വൽ, ഇപ്പുറത്തെ വശത്ത് ID1, അപ്പുറത്ത് പ്ലസ് സിമ്പൽ വെച്ചിട്ട് 2 സെപ്പറേറ്റ് ആവും. ID2 അഗൈൻ ഇൻറ്റു സിമ്പൽ വെച്ചിട്ട് ID3 60. ഇങ്ങനെ ഒരു പാർസ് ട്രീ നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും 60 എന്നൊരു നമ്പറാണ് നമ്മൾ ഇനിഷ്യലി ഫസ്റ്റ് സ്റ്റേജിൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്, ആ ലാസ്റ്റ് എൻഡിലെ. ദെൻ എന്ത് ചെയ്തു? സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാർസ് ട്രീ കിട്ടി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പാർസ് ട്രീയെ നമുക്ക് ആ 60 എന്നുള്ളൊരു വാല്യൂവിനെ നമുക്കൊരു ടൈപ്പ് കൺവേർഷൻ പെർഫോം ചെയ്യാം. എന്ത് ചെയ്യാണ്? റിയലിലേക്ക് ടൈപ്പ് കൺവേർഷൻ പെർഫോം ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻറ്റു റിയലിലോട്ട് ഞാൻ ടൈപ്പ് കൺവേർഷൻ നടത്തി. 60 ഇത്രയേ ഉള്ളൂ. അതായത് ടൈപ്പ് കൺവേർഷൻ ഇന്റേണലി പെർഫോം ചെയ്തു. ഇങ്ങനെ റെപ്രസെന്റ്. അപ്പോൾ ഈ ഒരു പാർസ് ട്രീ ആണ് ഒരു സിമാന്റിക് ഫേസിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ ടൈപ്പ് മിസ്മാച്ച് ഒക്കെ വന്നാൽ അതിനെ ക്ലിയർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതാണ് സിമാന്റിക് അനാലിസിസ് ഫേസിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് കമ്പൈലറിന്റെ ഫേസിനെ കുറിച്ചാണ്. ഡിഫറെന്റ് ഫേസസ്, 6 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ മെയിൻലി 2 പാർട്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. അനാലിസിസ് ഫേസും സിന്തസിസ് ഫേസും. അല്ല, അനാലിസിസ് ഫേസിൽ 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ലെക്സിക്കൽ അനാലിസിസ്, സെക്കൻഡ് വൺ സിൻടാക്ട് അനാലിസിസ്, തേർഡ് വൺ സിമാന്റിക് അനാലിസിസ്. ആ 3 പോർഷനും നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് സെക്ഷൻ സിന്തസിസ് പാർട്ടാണ്. സിന്തസിസിൽ വരുന്നത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് കോഡ് ജനറേഷൻ. ഈ 3 സ്റ്റേജസ് ആണ് വരുന്നത്. സിന്തസിസ് ഫേസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അനാലിസിസ് ഫേസിലുള്ള എല്ലാ പോയിന്റും പറഞ്ഞു കഴിഞ്ഞു. ഓരോ എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. ഈ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പോർഷനിലോ അല്ലെങ്കിൽ മുന്നേയുള്ള പോർഷനിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ID യിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.